ഒരിക്കൽ കൂടെ നിന്നെ കവിഞ്ഞിയൊന്നും വേണ്ട, ഓ സ്നേഹിക്കുന്നേ ഞാനങ്ങേ മറ്റൊന്നിനേക്കാൾ, ആരാധിക്കും ഞാനങ്ങേ പൂർണ്ണമായി, സ്നേഹിക്കുന്നേ ഞാനങ്ങേ മറ്റൊന്നിനേക്കാൾ, ആരാധിക്കും ഞാനങ്ങേ പൂർണ്ണമായി. ഓ യേശുവേ, യേശുവേ, കരമുയർത്തിക്കൊണ്ട് യേശുവേ, പിതാവേ, കരമുയർത്തേ ആവാ പിതാവേ, കരമുയർത്തി അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ആ പരിശുദ്ധനായ ദൈവം ഓ തന്റെ സാന്നിധ്യം പകർന്നിരിക്കുകയാ. വിശ്വാസത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് കരമുയർത്തിക്കൊണ്ട് യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. Oh Jesus, thank you Holy Spirit. കർത്താവേ, പരിസരം മുഴുവനും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ദൂതന്മാരും കൊണ്ട് ചാർജ് ആയിരിക്കുന്നതിന് നന്ദിയുണ്ട്. ഈ പകൽ എന്നെ കേൾക്കുന്ന ശബ്ദം ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ, ആഗ്രഹങ്ങൾ എഴുന്നേൽക്കട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ഒഴുകാൻ തുടങ്ങട്ടെ, ഇപ്പോൾ തന്നെ മിറക്കിളുകൾ സംഭവിക്കാൻ തുടങ്ങട്ടെ. ചിലരുടെ ജീവിതം ടേൺ ആകട്ടെ,
ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ കുടുംബങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. വലിയ വ്യതിയാനങ്ങൾ എഴുന്നേൽക്കട്ടെ. വലിയ വ്യതിയാനങ്ങൾ എഴുന്നേൽക്കട്ടെ. Thank you, Holy Spirit. In Jesus' name. Amen. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, വാക്കുകൾക്ക് ശക്തിയുണ്ട്. എത്രത്തോളം വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. അത്രത്തോളം നിങ്ങളുടെ സറൗണ്ടിങ്ങൾ, ചുറ്റുപാടും നിങ്ങൾ വാക്കുകൾ കൊണ്ട് നിറയ്ക്കും. ഇന്ന് നീ ആയിരിക്കുന്നത്, ഇത് എൻ്റെ വാചകമല്ല, പാസ്റ്റർ ക്രിസ്ത്യൻ്റെ വാചകം, കടമെടുത്ത. ഇന്ന് നീ ആയിരിക്കുന്ന എന്താണോ അത് ഇന്നലകളിൽ നീ പറഞ്ഞ വാചകങ്ങളാണ്. നാളെ നീ എന്താണ് ആകാൻ പോകുന്നത് അത് ഇന്ന് നീ പറയുന്ന വാക്കുകളാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞേ, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരു വാക്കുകൊണ്ട് ഒരാളെ കരയിക്കാനും, ഒരു വാക്കുകൾ കൊണ്ട് ഒരാളെ ചിരിപ്പിക്കാനും, വാക്കുകൊണ്ട് ഒരാളെ ഉത്സാഹിയാക്കാനും കഴിയും. നമ്മൾ വിചാരിക്കും അത് നമ്മുടെ ഭാഷയുടെ ശൈലിയാണ്. അല്ല, വാക്കുകളുടെ ശക്തിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ടോ? ആ ബൈബിളൊന്ന് ഉയർത്തി പിടിച്ചെന്ന് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം ശക്തിയുള്ളതാണ്. നമ്മുടെ പറഞ്ഞേ, ആ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കുകളും ശക്തിയുള്ളതാണ്. തുറന്നിട്ട് ആ പുസ്തകത്തിൽ ഒന്ന് കൈവച്ചിട്ട് പറഞ്ഞ്, എഴുതിയിരിക്കുന്ന ഈ വാക്കുകളെല്ലാം ശക്തിയുള്ളതാണ്. ചിലത് ഉളവാക്കാൻ ബലമുള്ളതാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? യേശു ഉപയോഗിച്ച വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. യേശു ചിലത് ഉളവാക്കാൻ ഉപയോഗിച്ചതും, ദൈവം ഈ ഭൂമിയെ സകലത്തെയും സൃഷ്ടിച്ചതിന് ഉളവാക്കാൻ ഉപയോഗിച്ചും സകലത്തെയും ഉളവാക്കാൻ ഉപയോഗിച്ച വാക്കുകളാണ് അതിന് എഴുതിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയ കാര്യമാണ്. നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ദൈവമാണ് ഉപയോഗിച്ച വാക്കുകളാണ് നമ്മൾ വായിക്കുന്നതെന്ന് നിങ്ങൾ ഗ്രഹിച്ചാണ്ടല്ലോ, നിങ്ങളുടെ വായനയുടെ രീതിയെ മാറുവാൻ തുടങ്ങും. നമ്മൾ ബൈബിളിലെ വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളാണ് സംസാരിക്കുന്നത്. ഞാൻ ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പിടിക്കും. എന്തിനാണെന്നറിയാം? ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ വാക്കുകളാണ് സംസാരിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കണം. എന്നാൽ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ളത്, ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണെന്ന് അറിയുന്ന നമുക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ആ വചനം എനിക്ക് ശക്തിയുള്ളതായി അനുഭവിക്കാൻ കഴിയാത്തത് എന്ന് തോന്നാറുണ്ട്. വചനത്തിന് ശക്തിയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ആ വേർഡിന് ശക്തിയില്ലാത്തത്? ചില കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് ശക്തിയുറ്റതായി ഞാൻ അനുഭവിക്കാത്തത്? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, വചനത്തെ നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരാത്തതാണ്. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്തു പറഞ്ഞേ, വചനത്തെ ആക്ഷനിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കുന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ ശക്തിയില്ലാത്തതായിരിക്കും. വചനം എന്ത് ചെയ്യണം? ആക്ഷനിലേക്ക് കൊണ്ടുവരണം. ഒന്ന് കുറക്കെ പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, വചനം ആക്ഷനിലേക്ക് കൊണ്ടുവരണം. കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. ജോമോനും വന്നിട്ട് ഇവന് കഫുണ്ട്, മൂക്കടഞ്ഞിരിക്കുക. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? നിങ്ങൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ നിയമം പറയാതെ അത് എഴുതപ്പെട്ട വാക്യവാ, എഴുതിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ കൈകൾ വെക്കും, ഇയാൾ സൗഖ്യമാവും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുന്നുള്ള വാക്ക് ശക്തിയുള്ളതാണ്. പക്ഷേ എപ്പോൾ ഞാനത് ഉപയോഗിച്ച് എൻ്റെ കൈ ഇവൻ്റെ തലയിൽ കൈ വെക്കുന്നുവോ അതുവരെ അത് പ്രാക്ടിക്കൽ ആകത്തില്ല. കൈ അടിക്കും, ഒരു ആമീൻ പറ.
വിശ്വസിക്കാനാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യമാകും. എഴുതിയിരിക്കുകയാണ്. ആ എഴുതപ്പെട്ട വചനത്തിന് ശക്തിയുണ്ട്. പക്ഷെ ആ ശക്തി നിങ്ങളും ഞാനും കാണണമെങ്കിൽ ഞാനത് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് മനഃപൂർവ്വമായി ഞാനത് ചെയ്യണം. കൈകടിക്കാത്ത എന്താ? ആമേൻ പറയാത്ത എന്താ? മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ചെയ്യുന്ന സെക്കൻഡ് മുതൽ ആ വചനം മാനിഫെസ്റ്റഡ് ആകാനായി തുടങ്ങും. ഇനി ഇവന് കഫം കാണത്തില്ല, ഇനി ഇവൻ ജലദോഷം കാണത്തില്ല, ഇനി ഇവന് പനിക്കത്തില്ല. ഇറ്റ് ഈസ് ഫിനിഷ്. എന്താ കൈയടിക്കാത്തൊരു ആമേൻ പറയാത്ത എന്താ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വേർഡും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. താങ്ക് യു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളിൽ മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങും, അത് വെളിപ്പെടാനായി തുടങ്ങും. Come on. ഇത് പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ചില ബോധ്യങ്ങൾ മനസ്സിലാവും. ഇങ്ങനെയാണല്ലോ ഇത് ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാവും. പക്ഷെ മനസ്സിലാകുന്നത് കൊണ്ട് അത് പൂർണ്ണതയിൽ വെളിപ്പെടത്തില്ല, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകത്തില്ല. മനസ്സിലായത് ഞാൻ ചെയ്യുവാനായി ഏൽപ്പിക്കണം. ആമേൻ. നിങ്ങളാരും എന്നെ ചുണയായിട്ട് കൈയടിച്ചില്ല. ഈ പകൽ ചിലരോട് ദൂത് പറയുക, ഇത് മനസ്സിലായിട്ട് ആരാണോ കാലുകൾ വെക്കുന്നത് ഈ ആഴ്ചകളിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കാണാൻ തുടങ്ങും. The word going to manifest through your life. വചനം ജഡമാകും, വചനം ജഡമാകും, വചനം ശരീരം വെക്കും, വചനം ജഡമാകും. ആ കൈകൾ നടിച്ചു കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, വചനം ജഡമാകും, വചനം ജീവനാകും, വചനം ജഡമാകും. നിങ്ങൾ വിശ്വസിക്കുന്നത് പ്രാക്ടിക്കൽ ആകേണ്ടതിനെ മുന്നോട്ട് കാൽവെക്ക്. ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിച്ചത് വെളിപ്പെടാൻ തുടങ്ങും, അത് മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങും. അതിനെ അടയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിയും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. No one could stop it. Come on, come on, come on, come on, come on, come on, come on. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞോ, ഒരു വീട് മേടിക്കാൻ നിങ്ങൾ അതിന് 10,000 രൂപ പോലും നിങ്ങളുടെ കയ്യിലെങ്കിലും ഭയപ്പെടരുത്. ആ 10,000 രൂപ കൊണ്ട് ആ വീട് മേടിക്കാൻ തുടങ്ങുക, ബാക്കിയുള്ളത് പുറകെ സഞ്ചരിക്കാൻ തുടങ്ങും. No one can stop you. നിങ്ങൾക്ക് സമ്പന്നനാണ്, നിങ്ങൾ സമ്പന്നനായെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയോ സ്പിരിറ്റിലെ? അത് ദൈവദിനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ബോധ്യമാണോ? എങ്കിൽ സമ്പന്നനെന്ന പോലെ പെരുമാറുക. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കമോൺ, ആത്മാവിലായാട്ടെ. സമ്പന്നൻ എന്ന പോലെ പെരുമാറുക. നിങ്ങളിലേക്ക് അത് ഒഴുകുന്നത് കാണാൻ കഴിയും, കാണാൻ കഴിയും, കാണാൻ കഴിയും, കാണാൻ കഴിയും. ഞാൻ പ്രോസ്പെരിറ്റിയെ കുറിച്ച്, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഈ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്നു. നിങ്ങൾ സാധിക്കുന്നവർ വരണം. ഇവിടുന്ന് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതിൻ്റെ വേറെ വേർഷനാണ് പഠിപ്പിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയാം. പക്ഷേ 1-2 പ്രധാന കാര്യങ്ങൾ തൊടുകയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിശ്ചയമായും അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണോ? അടുത്തിരിക്കുന്നതിലൂടെ ചോദിക്കുക, ദാരിദ്ര്യ മനോഭാവം ഉണ്ടോ? ചോദിക്കേ, ചോദിക്കുന്നേ, ദാരിദ്ര്യ മനോഭാവം ഉണ്ടോ? ഇല്ലെന്നാണ് പറഞ്ഞെങ്കിൽ ചോദിച്ചേ, ബാക്കി വന്ന സോപ്പ് അടുത്ത സോപ്പിനോട് കൂടെ ഒട്ടിച്ചാണോ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. ചോദിച്ചോ ആരെങ്കിലും? ബാക്കി വന്ന സോപ്പ് ഒട്ടുന്നില്ല. ഞാൻ ചെയ്തിരുന്നതാ, നിങ്ങളല്ല ഞാനും. ഷാമ്പു തീർന്നു, കുറച്ച് വെള്ളം ഒഴിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ദാരിദ്ര്യ മനോഭാവം പൊട്ടണം ഭയങ്കര പാടാന്നേ. ഇറ്റ്സ് വെരി വെരി ടഫ്. പക്ഷെ സമ്പന്നനാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ ആ സാധനം പൊട്ടിപ്പോകും. നിങ്ങളുടെ ചിന്താഗതി മാറാൻ തുടങ്ങും, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും. അതിന് നിങ്ങളുടെ അകത്തേക്ക് വേർഡ് വരണം, വേർഡ് വരണം. ആ വേർഡും നിങ്ങളും കൂടെ ജീവിക്കാൻ തുടങ്ങണം.
അതോടെ നിങ്ങളുടെ ലൈഫ് സക്സസിൽ നിന്ന് സക്സസിലേക്ക് ആർക്കും പിന്നെ അടയ്ക്കാൻ കഴിയത്തില്ല നിങ്ങളെ. ജോഹമനം ഒന്നോട് ഇവന്റെ ഉള്ളിലേക്ക് ഒരു വേർഡ് കയറി നിങ്ങൾ വിചാരിക്കേ, ഇവന്റെ ഉള്ളിലേക്ക് ഒരു വചനം കയറുകയാണ്, ദൈവം കയറുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട് ഈ വേർഡ് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആശയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അത് ആശയമല്ല, അത് ദൈവം തന്നെയാണ്. അത് നിന്നിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് നിനക്കത് ലഭിച്ചത്. ആർക്കെങ്കിലും അതിനെ കിട്ടിയാൽ അത് സർവ്വദേഹിക്കും സൗഖ്യമാണ്, അത് അവന് ജീവനാണ്. ആർക്കാ അത് കിട്ടുന്നത് അവനാണ് സക്സസ് ആകുന്നത്. Those who receive the word. ഈ പുസ്തകം വെറുതെ എഴുതിയതല്ല, നിനക്ക് ദൈവത്തെ തരാൻ എഴുതിയതാണ്. ഓരോ വേർഡും ദൈവമാണ്, ഓരോ വേർഡും ദൈവമാണ്. അത് നിന്നിലേക്ക് വരുമ്പോ അത് നിന്നിൽ ഉളവാക്കുകയാണ്. അതിനെ തടയാൻ ഒരു പ്രപഞ്ച ശക്തിക്ക് കഴിയത്തില്ല, അതിനെ തടയാൻ ഈ ലോകത്തിലെ ശക്തികൾക്ക് കഴിയത്തില്ല. ഒരു വ്യക്തിയുടെ കൂടോത്രത്തിനോ മന്ത്രവാദത്തിനോ ശാപത്തിനോ നേർച്ചയ്ക്കോ ഒന്നിനും സാധ്യമല്ല. അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാ, അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാ, സകലത്തിനെയും കത്തിക്കുന്ന തീ പോലെയാ. No one can stop it. Receive your word. രണ്ടുപേരുടെ ദേഹത്തെ കൈ തട്ടിയിട്ട് പറയാം, receive your word. Find your word. അടുത്തിരിക്കുന്നവരോട് പറ, find your word. വചനത്തെ നിനക്ക് വേണ്ടതിനെ കണ്ടെത്തിയിട്ട് അതിനെ അങ്ങ് സ്വീകരിക്കാനാ നീ തയ്യാറാകുന്നുവെങ്കിൽ no one can stop you. ഒരാൾക്ക് നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ, ഞാൻ പ്രസംഗിച്ച വചനം ജീവനും ആത്മാവുമാണെന്ന്. അതകത്തോട്ട് വന്നാൽ നിനക്ക് ആ നിമിഷം എത്ര മരിച്ച സാഹചര്യത്തിലേക്കും അത് പ്രവേശിച്ചാൽ ആ നിമിഷം മുതൽ അത് ജീവൻ വെക്കാൻ തുടങ്ങുമെന്ന്. അതിന് നമ്മൾ വചനത്തിന്റെ പുറകിലല്ലല്ലോ, പാസ്റ്റർമാരുടെ പുറകിലല്ലേ. ഡോണ്ട് ഫോളോ മീ, എന്നെ ഫോളോ ചെയ്തോ, പക്ഷേ ഡോണ്ട് ലിസൺ, ഡോണ്ട് ഫോളോ ഫിസിക്കലി, സ്പിരിച്വലി. പാസ്റ്റർമാരെ പുറകിലല്ല നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. ഫോളോ ദ വേർഡ്, റിസീവ് ഇറ്റ് ആൻഡ് possess it. It will manifest in your life. നിങ്ങൾ എന്നെ കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, വചനത്തിന് ശക്തിയുണ്ട്, പക്ഷേ പ്രായോഗിക ജീവിതത്തിലേക്ക് വരാത്ത വചനം ശക്തിയില്ലാത്തതാ. പറ, അവിടെ പറയുന്നേ ബ്രദറിന് അത് ശരിയായി, എനിക്കത് ശരിയായില്ല. ബ്രദർ വിശ്വസിച്ചപ്പോൾ നടന്നു, ഞാൻ അല്ലല്ല. ബ്രദറിൻ്റെ അകത്ത് ഈ വേർഡ് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, യെസ്, അതങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുക. ഇറ്റ് വിൽ കം ഔട്ട്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ്. സഭയ്ക്ക് സംഭവിച്ചത് എന്നാന്നറിയാം. സൂപ്പറിനെ ഞാനിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, എൻ്റെ പബ്ലിക് മീറ്റിങ്ങുകൾ നിങ്ങൾ ലിസൺ ചെയ്യണം. കാരണം സഭയ്ക്ക് വന്നുപോയ തെറ്റുകൾ, ഞങ്ങൾക്ക് മനസ്സിലായ പുതിയ നിയമത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ ഈ പബ്ലിക് മീറ്റിങ്ങുകളിൽ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞായറാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്ന സീരീസിലേക്ക്, പ്രസൻസ് എന്ന സീരീസിലേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ചയുടെ ആരംഭ ഭാഗത്ത് ഞാൻ ചെറുതായി തൊട്ടത് നിങ്ങൾക്കൊരു ടേസ്റ്റ് തന്നതാണ്. സോ ആ ടേസ്റ്റ് കിട്ടിയവരെ, എന്നെ ഫോളോ ചെയ്യുന്നവരെ, യൂട്യൂബിൽ എന്നെ കാണുന്നവരെ, ഇവിടെ ഇരിക്കുന്നവരെ, സാധിക്കുന്നുവെങ്കിൽ പബ്ലിക് മീറ്റിങ്ങിൽ എൻ്റെ പ്രസംഗം കേൾക്കണം. ഓക്കെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകീർത്തനം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ സഭയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, സഭ
സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ വേണ്ട എന്ന സഭയിൽ വന്നു. ചിന്തയില്ല, സൂപ്പർ നാച്ചുറലിനെ കുറിച്ചുള്ള താല്പര്യമില്ല. ഫിസിക്കൽ എക്സ്പീരിയൻസ് വേണ്ട എന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞേ? ഫിസിക്കൽ എക്സ്പീരിയൻസ് വേണ്ട, വചനം മതി. പക്ഷെ എനിക്ക് മനസ്സിലായത് ഈ വചനം എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് സ്പിരിച്വലിയും ഫിസിക്കലിയും അനുഭവിക്കാനാണ്. ദമാസ്കസിന്റെ പടിവാതിക്കൽ നിൽക്കുക പൗലോസ്. പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വലിയ വെളിച്ചം പിന്നെ അവൻ കുതിരപ്പുറത്തുനിന്ന് വീണു. അവന്റെ അടുക്ക് നിൽക്കുന്ന ഒരു ശബ്ദം കേട്ടു, ഒരു വലിയ മുഴക്കം കേട്ടു. അവർ പരിഭ്രാന്തരായി. ശബ്ദത്തിന്റെ മുഴക്കം കാരണം അവരെന്താ, എവിടുന്ന ഈ ശബ്ദം എന്ന് കേട്ടിട്ട് പേടിച്ചു. പക്ഷെ ആ ശബ്ദത്തിന്റെ നടുവിൽ ആ ശബ്ദം പൗലോസിനോട് സംസാരിക്കുമായിരുന്നു എബ്രായ ഭാഷയിൽ. അതാർക്കും ചുറ്റും നിൽക്കുന്നവർക്കും മനസ്സിലായില്ല. പക്ഷെ ആളുകൾക്കെല്ലാം പരിഭ്രമം ഉണ്ടായി. അവരെല്ലാവരും വലിയൊരു വെളിച്ചം കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ, പിടിക്കാൻ പോയ കൂട്ടിന് പോയ പട്ടാളക്കാരെല്ലാം അന്ന് മുതൽ സ്നാനപ്പെട്ട് കർത്താവിന്റെ കൂടെ കയറുന്ന കാണും. അതിനകത്തെ കുറിച്ച് എഴുതിയിട്ടില്ലെങ്കിലും അവർ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആദ്യം പറഞ്ഞു കാണുക, ഞങ്ങൾ പൗലൂസിന്റെ കൂടെ സഭയെ മുടിക്കാൻ പോയതാ, പക്ഷേ കണ്ടു എന്തോ കണ്ടു. അയ്യോ, ഒരു വെളിച്ചം വന്ന് അങ്ങേരെ തട്ടി, അതോടെ എല്ലാവരും വീണു. വലിയൊരു മുഴക്കം കേട്ടു. അയാൾക്ക് കണ്ണു കാണാൻ വയ്യ, പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ ദൈവമേ, ഭയങ്കര കാര്യമായിട്ട് നടക്കുന്നേ, ഇനി ഞാൻ ആ പണിക്ക് പോകത്തില്ല. Is it true or not? കൂടെ വന്ന് പിടിക്കാൻ വന്ന ആളുകളൊക്കെ അന്ന് അവസാനിപ്പിച്ചാണ്, പിടിക്കാൻ പോകുന്നില്ലേ. ഫിസിക്കലായി ഒരു സ്പർശനം ഉണ്ടായി. ദൈവം സംസാരിച്ചത് പൗലോസ് കേട്ടു. ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ഭയം വരുന്ന വിധത്തിലായിരുന്നു ആ ശബ്ദം. നമ്മളെപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെ കർത്താവിനോട് ഇടപെടണമെന്ന്? നോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങോട്ട് പ്രാർത്ഥിക്കാന്നല്ല, തിരിച്ചിങ്ങോട്ട് വരണമെന്ന് ചിന്ത പോലും ഇല്ല. തിരിച്ചിങ്ങോട്ട് വർത്തമാനം പറയണമെന്ന് ചിന്തയില്ല. എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് എഴുതിയെടുക്കാനോ അത് നോട്ട് ചെയ്യാനോ നിങ്ങളൊരു പേപ്പർ മേനായിട്ട് പോയിട്ടുണ്ടോ? നോ. ഒരു പ്രതീക്ഷയില്ല നമുക്ക്. നമ്മൾ റേഡിയോ പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് കേൾക്കണ പരിപാടിയൊന്നുമില്ല. പൗലോസിനോട് സംസാരിച്ചതുപോലെ എന്നോട് സംസാരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തന്റെ ചുറ്റും നിൽക്കുന്നവർ ഇടിമുഴങ്ങി എന്ന് യേശുവിന്റെ ചുറ്റും നിന്ന ആളുകൾ പറഞ്ഞു. ദൈവം അവനോട് സംസാരിച്ചപ്പോ വേറെ കൂട്ടർ പറഞ്ഞു അവനോടൊരു ദൂതൻ സംസാരിച്ചെന്നാ തോന്നിയെന്ന്. ഇവിടെ ക്രിസ്തീയതയെ വെല്ലുവിളിക്കുന്നവരുടെ നടുവിലെ ദൈവശക്തത്തിന്റെ പ്രസക്തി എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല. We need physical experiences. ഞാനിന്ന് പ്രസംഗിച്ച് തീരുന്നേക്കാൾ മുമ്പ് ഒരു കാര്യം നടക്കും. ഇതിനകത്ത് അസാധാരണമായ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഡിഫറെന്റ് ആയ എക്സ്പീരിയൻസസ് ഉണ്ടാകും. This is your day. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആൽമയും പറഞ്ഞു, അസാധാരണമായത് നിങ്ങളെ തൊടുന്നു, അസാധാരണമായത് നിങ്ങളെ സ്പർശിക്കുന്നു. ഇതുവരെ ഇല്ലാത്തത്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം എൻ്റെ ചുറ്റുമുള്ള ആളുകളും കേട്ടിട്ട് നടുങ്ങുന്ന വിധത്തിലാകുമെന്ന്? Is it possible? അങ്ങനെ ചിന്ത പോലും ഇല്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് പ്രസംഗിക്കണം എന്ന് ആഗ്രഹമില്ല, കേൾക്കണം എന്ന് ആഗ്രഹമില്ല. പക്ഷെ പൗലോസിനെ തൊട്ടപ്പോ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ടേണായി. നിങ്ങൾ ശ്രദ്ധിക്കാവൂ, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം. ഇതാ പൗലോസ് കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. പുള്ളിയുടെ കയ്യിൽ കിടക്കുന്ന ചങ്ങലയാ ഗിറ്റാർ. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കള്ളന്മാരുടെ കിടക്കുന്ന ജയിൽ മുഴുവൻ തുറന്നു. ഭയങ്കരമല്ലേ? നിങ്ങൾ ചിന്തിക്കുക, വിയോട് ജയില് അല്ലെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ജയില് എന്ന് ഒരുത്തരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ജയിലെല്ലാം കൂടെ തുറന്ന സീനൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ. അവിടെയുള്ള ഏതെങ്കിലും കള്ളന്മാരോട് പിന്നീട് സുവിശേഷം പറയണോ? ലങ്ങേര് പാട്ടുപാടിയപ്പോ ഇവിടുത്തെ വാതിൽ തുറന്നെന്ന് പറയും. ആ പാട്ടുപാടിയ ആളുടെ കൂടെയാ ഞാൻ ഇനി എന്ന് പറയും. എന്താ ആമേൻ പറയാത്ത? അത് കണ്ടിട്ട് ഒരു കൂട്ടം സൈനികർ വന്ന് അവരുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു. ആ ആളുകൾ പറഞ്ഞു കാണും, ഇന്ന് ഈ മനുഷ്യൻ ദൈവത്തിന് തുല്യനാണ്, അല്ല ഈ മനുഷ്യന്റെ കൂടെ ദൈവമുണ്ട്. ഫിസിക്കൽ എക്സ്പീരിയൻസസ് വേണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ
19 മുതലുള്ള വാക്യങ്ങൾ. യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം ശിഷ്യന്മാർ വാതിലടച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്. ഭയപ്പെട്ടിരിക്കുന്നതിനിടയിൽ ഭിത്തിയുടെ ഉള്ളിൽ കൂടെ ഒരാൾ പുറത്തു വരുന്നു. എന്റെ ദൈവമേ, ശ്വാസം പോയി കാണത്തില്ലേ? വാതിലടച്ചിട്ടിരിക്കുക. എന്നാൽ അതിന് നടുവിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം വന്ന്. ഞാനൊക്കെയാണെ സമാധാനം അതോടെ തീർന്നു കാണും, അപ്പോഴേ തട്ടിപ്പോയി കാണും. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. യേശുവിൻ്റെ മാംസമുള്ള ശരീരമാണോ സ്പിരിച്വൽ ശരീരമാണോ? പക്ഷെ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ശരീരം കാണാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ആ ഭിത്തി ക്രോസ് ചെയ്തതെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സ്പിരിച്വൽ എക്സ്പീരിയൻസസ് വേണം, ആഗ്രഹിക്കണം. ശിഷ്യന്മാർ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയത്, ഇങ്ങ് കേരളത്തിൽ വരെ വന്നത് അവർക്കുണ്ടായ സ്പിരിച്വലും ഫിസിക്കലുമായ അനുഭവമാണ്. നിനക്ക് അനുഭവങ്ങൾ എഴുന്നേൽക്കുമ്പോഴാ ദൂരയാത്ര ചെയ്യാനായി കഴിയുന്നത്. നിന്നിൽ വ്യാപരിക്കുന്ന അനുഭവങ്ങള് നിന്റെ ശുശ്രൂഷയുടെ അധികാരം എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കൊറോണ കഴിഞ്ഞ സമയത്ത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മുകളിൽ ദൈവസാന്നിധ്യം വരുന്നതും അതേ സമയത്ത് മറ്റൊരാളുടെ മേൽ ദൈവസാന്നിധ്യം വരുന്നതും എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. മറ്റേത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആ ആളിൽ ദൈവശക്തി ആവരിക്കുന്നത് അയാൾക്ക് അനുഭവിക്കുന്നത് എനിക്കും മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവസാന്നിധ്യം ഒഴുകിയാൽ അത് അയാളെ തൊട്ടാൽ അയാൾക്കും പിടികിട്ടും എനിക്കും പിടികിട്ടും. അതായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസത്തെ അനുഭവം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു ലിഫ്റ്റിംഗ് കൂടെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതെന്തായിരുന്നു എന്ന്? ഞാൻ കൈ പിടിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പോകാൻ തുടങ്ങി, സ്വർഗം സന്ദർശിക്കാൻ തുടങ്ങി. ഇതിനകത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നു. ഈ ഇടയ്ക്ക് ഉണ്ടാകുന്ന രസകര കാര്യം കാണോ, ആളുകൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ എന്നെ കാണത്തില്ല, അതിന് പകരം വേറൊരാളെ കാണും. നിങ്ങൾ യൂട്യൂബിൽ പ്രസംഗികൾക്കും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാര്യം? ഈ ഇടയ്ക്ക് അതിനേക്കാൾ രസകരമായ ഒരു കാര്യം ഉണ്ടായി. ഒരു നല്ല കഴിഞ്ഞ ആഴ്ച പോലെ തുടങ്ങിയതാണ്. ഞാൻ ആളുകളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരിട്ട് കർത്താവ് ചെല്ലും. എന്നിട്ട് ആ ആളിനോട് കർത്താവ് സംസാരിച്ചിട്ട് തിരിച്ചു പോകും. എന്നിട്ട് ആ ആളിനോട് സംസാരിച്ച കാര്യം എന്നോട് പറയും, ഇതാടാ ഞാൻ അവളോട് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും കണ്ടോ ഈ ആഴ്ചത്തെ യൂട്യൂബ് പ്രോഗ്രാം? കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് രാവിലെ ഞാൻ കൊല്ലത്തൊരു കൊച്ചിനെ പിടിക്കുക. ആ കൊച്ചിൻ്റെ ലൈഫിനെ ദൈവം തിരുത്തുക. ഞാൻ അവളെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ലിറ്ററലി കാണുക. ഞാൻ പിന്നെ വർത്താനം നിർത്തി. എന്നിട്ട് കർത്താവ് അവളോട് പറഞ്ഞു, എന്നെ വിട്ട് നീ മാറരുതെന്ന്. അവൾ ആർത്ത് കരയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ആ വന്നയാൾ എന്നോട് പറഞ്ഞു എന്നെ വിട്ട് മാറരുതെന്ന്. എനിക്ക് വേണമെങ്കിൽ ആ പഴയ അനുഭവത്തിൽ ഇരിക്കായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഞാൻ 1:30 വന്ന് കിടന്നു. പക്ഷേ 3:45 വരെ എനിക്ക് ഓർമ്മയുണ്ട്, ഉറങ്ങിയില്ല. ഉറങ്ങാഞ്ഞതിൻ്റെ കാര്യം, ഇതുപോലെ ഇരിക്കണ്ട എന്നൊരു തോന്നൽ വരുക. എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. പക്ഷേ അത് പോരാ, അടുത്ത ഒന്നിലേക്ക് വരണം. ഈ ഉള്ളത് പോരാ, അടുത്ത ഒന്നിലേക്ക് വരണം. ഞാൻ സന്തോഷവാനാണ്, പക്ഷെ സങ്കടം മാറുന്നില്ല. ഇപ്പൊ ചെയ്യുന്നത് ചെയ്താൽ പോരാ, അടുത്തൊരു അനുഭവത്തിലേക്ക് വരണം. ഇപ്പോൾ ചെയ്യുന്നത് പോരാ. ഞാൻ ആത്മാർത്ഥ എന്ന് പറയുക. ഞാൻ രാവിലെ എഴുന്നേറ്റു, ഏകദേശം 6:45 എഴുന്നേറ്റു. 4:45 വരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ 1 മണിക്കൂർ മാക്സിമം ഉറങ്ങിക്കാണും. ഉള്ളിലൊരു സങ്കടം വരുക, ഇങ്ങനെ ചെയ്താൽ പോരാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഐ എം ഹാപ്പിയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പെങ്കൊച്ചിനോട് കർത്താവ് അടുക്ക ചെന്ന് അവളോട് വർത്തമാനം പറഞ്ഞു. അവളുടെ സങ്കടമല്ല ആ സമയത്ത് കർത്താവിനോട് പറഞ്ഞു. ഈ ആഴ്ച മുഴുവൻ നടന്ന സംഭവങ്ങളെ അങ്ങനെയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും മിറക്കിൾ സ്ട്രീമിൽ ജോയിൻ ചെയ്തോ? അതിലൊരു പയ്യൻ എന്നെ വിമർശിക്കാൻ വന്നു. ഞാൻ അവനെ മുന്നോട്ട് വിളിച്ച് അവനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ആ അനുഭവം കണ്ടോ? കണ്ടുവരുന്ന കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് കുറച്ച് പേര് കണ്ടു. താങ്ക് യു. ജോയിൻ ചെയ്തവർക്ക് നന്ദി. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവന് മാറുന്നില്ല. ഞാൻ അവൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത് എന്നാണെന്നറിയോ? എനിക്ക് പകരം വേറൊരാൾ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി. എന്നിട്ട് അവനോട് സംസാരിച്ചു. അവൻ ആ ബോധം കിട്ടു വീണെടുത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ടോട്ടലി പുതിയ മനുഷ്യൻ. എത്ര സമയം കൊണ്ട് അവനെ മാറ്റാൻ ശ്രമിക്കുകയെന്നറിയോ? ഒറ്റ വിഷൻ അവനെ പരിപൂർണമായി മാറ്റിക്കളഞ്ഞു. ഐ ബിലീവ് ഈ പകൽ നിങ്ങളുടെ ലൈഫിലും പുതിയതൊന്നുണ്ടാകട്ടെ. സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഉണ്ടാകണം.
കർത്താവിനെ കണ്ട് സംസാരിക്കണം. പരിശുദ്ധാത്മാവുമായി കണ്ട് സംസാരിക്കണം. ഇതുവരെ ആയിരുന്ന അനുഭവങ്ങളിൽ ജീവിക്കണ്ട, അടുത്തതിലേക്കൊന്ന് കയറണം. നിങ്ങളത് ഭരിക്കണം. ഞാൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും ചില ഉറക്കമില്ലാതെ വരണം. അടുത്തതിലേക്ക് എത്തുന്നത് വരെ ആ ആഗ്രഹത്തിൽ വളരണം. Why I am sharing? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ ഇൻസിഡൻറ്റും എന്നോട് സംസാരിക്കുന്ന ഒന്നുണ്ട്. എനിക്ക് നിങ്ങളെ അവിടേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് നിങ്ങളെ അവിടെ എത്തിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഈ ഹോളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചിറക് എന്ന് പറഞ്ഞാൽ മഞ്ഞുപോലെ ഹോളിൽ ദൈവസാന്നിധ്യം മൂടിയിരിക്കുന്ന കാണാം. ചിലരെ അവിടേക്ക് ദൈവം ലിഫ്റ്റ് ചെയ്യുകയാണ്. ചിലരെ ദൈവം അവിടേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആ സ്ഥലത്ത് കിടന്നാൽ പോരാ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കിടന്നാൽ പോരാ. അടുത്തൊരു പ്രതലത്തിലേക്ക് ഉയർന്നു വരണം. അടുത്തൊരു പ്രതലത്തിലേക്ക് ഉയർന്നു വരണം. അടുത്തൊരു ശുശ്രൂഷയിലേക്ക് ഉയർന്നു വരണം. നിങ്ങളോട് കൂടെ കർത്താവ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ ഗ്രഹിക്കണം. നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നത് ചുറ്റും നിങ്ങൾക്ക് ആശ്ചര്യമായ വിധത്തിൽ അനുഭവിക്കണം. ഡിഫറൻ്റായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കണം. പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കണം. പുതിയ എക്സ്പീരിയൻസുകളിലേക്ക് പ്രവേശിക്കണം. ഐ ബിലീവ് കൊല്ലം ചർച്ചിൽ ഒരുപാട് പേരോട് കർത്താവ് ഇറങ്ങിച്ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് ഞാനത് കണ്ടു, കോട്ടയത്ത് ഞാനത് കണ്ടു, തൃശ്ശൂർ ഞാനത് കണ്ടു. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നത്, ഈ പകൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ യൂട്യൂബിൽ കാണുന്നവർ, ഇവിടെ ഇരുന്ന് കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ, ഇപ്പോൾ ആ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. പുതിയതിലേക്ക് കയറട്ടെ. കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. പുതിയ അനുഭവങ്ങൾ എഴുന്നേൽക്കട്ടെ. ഇവർ സഞ്ചരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സഞ്ചരിക്കട്ടെ. ഇവരുടെ വാക്കുകളിൽ അത്ഭുതങ്ങൾ സഞ്ചരിക്കട്ടെ. ഇതുവരെ അനുഭവിക്കാത്തതിലേക്ക് ഇവർ കയറട്ടെ. യോഹന്നാൻ സുവിശേഷം 21 വാക്യം വേദപുസ്തകം പറയുന്നത്, ഈ വണ്ണം ആയിരുന്നു യേശു ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വണ്ടർഫുൾ ജീസസ്. 5 വാക്യം പറയുന്നത്, യേശു കർത്താവ് കടലിന്റെ കരയിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ? അവരുത്തരം പറഞ്ഞു, ഒന്നുമില്ല. പടകന്റെ വലതുവശത്ത് വല വീശുവിൻ. അവർക്ക് പെരുത്ത മീൻകൂട്ടം ഉണ്ടായി. 153 മത്സ്യം അവരുടെ വലയിൽ കയറി. ആ ശബ്ദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ആ നിൽക്കുന്നയാള് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാണ്. 2 പ്രാവശ്യം ദൈവിക സന്ദർശനം ഉണ്ടായി. ഉയർത്തെഴുന്നതിന് ശേഷം 2 പ്രാവശ്യം ഇവരെ കർത്താവ് സന്ദർശിച്ചത്. പക്ഷെ പിന്മാറിപ്പോയി. നിങ്ങൾ ആ സംഭവത്തിലേക്ക് ഒന്ന് വരണേ. ആ മീൻ്റെ വല കയറ്റി വലിച്ചഴിച്ച് അവരെ കരയിലേക്ക് വരുവോ? അപ്പോൾ കർത്താവ് അവിടെ ഒരു പ്രാതൽ ഒരുക്കിയിട്ടുണ്ട്. ചുട്ട മീനും ചുട്ട അപ്പവും അവിടെ ഉണ്ട്. അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങളുടെ പ്രായോഗികമായ ബിസിനസ്സിലേക്ക്, ജോലിയുടെ നടുവിലേക്ക് യേശു കർത്താവ് ഒരു മനുഷ്യനെ പോലെ കയറി വരുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവോ? അവരെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാളായി, ഒരു വ്യക്തിയായി യേശു കർത്താവ് ഒരു വീട്ടിലെ റൂമിലേക്ക് അല്ലെങ്കിൽ ആ കടൽ തീരത്തിലേക്ക് വരുവോ? അങ്ങനെ വല്ല എക്സ്പെക്ടേഷനൊക്കെ നമുക്ക് വരുവോ? നോ, അങ്ങനെ നമുക്ക് ചിന്ത പോലും വരത്തില്ല. ഇനി രസം എന്നാന്നറിയോ, ഇവര് മീൻ പിടിച്ച് കരയിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു മീനെ ചുടുന്നുണ്ട്. സംശയം, ആരാ അവിടെ തീ കൂട്ടിയത്? ആരാ ചുടാനുള്ള പാത്രം കൊണ്ടുവന്നത്? ആരാ ആ തീയൊന്ന് ഊതി കത്തിച്ചത്? കടൽക്കരയാ.
ആരാ വിറക് സംഘടിപ്പിച്ചത്? എവിടുത്തെ മീനാ കർത്താവ് പൊരിച്ചത്? എവിടുത്തെ അപ്പവാ കർത്താവ് ഉണ്ടാക്കിയത്? പിന്മാറിപ്പോയവർക്ക് വേണ്ടി ചിലതിനെ പ്രിപ്പയർ ചെയ്ത് കർത്താവ് ഇരിക്കുകയാ. ഞാൻ ചിലരെ നോക്കി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയുക, നീ 2 പ്രാവശ്യം ദൈവിക ദർശനം അനുഭവിച്ചിട്ടും പിന്മാറിയതാണെങ്കിൽ എനിക്ക് നിന്നോട് പറയാണ്, നിന്നെ വിടാനല്ല എൻ്റെ ദൈവത്തിന്റെ ഉദ്ദേശം. അവന് നിന്നെ പ്രയോജനപ്പെടുത്താനാ ഉദ്ദേശം. അവന് നിന്നെ പ്രയോജനപ്പെടുത്താനാ ഉദ്ദേശം. അവൻ നിനക്ക് വേണ്ടി ആർക്കും കരുതിയിട്ടില്ലാത്ത ഒരു പുതിയ പ്രതലം ഒരുക്കി വെച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എനിക്ക് ആ ചട്ടി അറിയത്തില്ല എവിടുന്നാണെന്നോ, എവിടുന്ന മീനെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കർത്താവ് അവനു വേണ്ടി പ്രിപ്പയർ ചെയ്തതാ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ചിലർക്ക് വേണ്ടി ദൈവം ചിലത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരുക്കി കാത്തു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിനെ അപ്പം കൊടുത്തതുപോലെ ശിഷ്യന്മാർക്ക് ദൈവം നേരിട്ട് ഇറങ്ങിയിട്ട് അപ്പം കൊടുത്തുവെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാളും ഞാനും നിങ്ങളും ശ്രേഷ്ഠനാണ് എന്ന് ദൈവം നിന്നോട് പറയുക. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. പണ്ട് ദൂതനെയാ വിട്ടതെങ്കിൽ സ്വർഗം പറയാ, ഞാൻ തന്നെ ഇറങ്ങി വന്നിട്ട് ചിലതിനെ പ്രിപ്പയർ ചെയ്ത് നിനക്ക് തരാൻ റെഡിയാണ്. ഈ പകൽ ആരാണ് അതിന് തയ്യാറാകുന്നത്? ആരാണ് അതിനു വേണ്ടി ഒരുങ്ങുന്നത്? ഇതാ സഭയോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ ഈ വർഷം ഇനിയും ധാരാളമായി വർദ്ധിക്കും. ആളുകളുടെ ഇടയിലേക്ക് സ്വർഗം ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ തുടങ്ങും. ആളുകളുടെ ഇടയിലേക്ക് സ്വർഗം ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ തുടങ്ങും. ഈ പകൽ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ നിന്റെ വീട്ടിൽ ചിലർ ഇടപെടുകയാണ്. നിന്റെ കുടുംബത്തിൽ ചിലരോട് ഇടപെടുകയാണ്. നിന്റെ മോള് വാശി പിടിച്ച് വീട്ടിലിരിക്കുന്നുവെങ്കിൽ, നിന്റെ മോൻ വാശി പിടിച്ച് വീട്ടിലിരിക്കുന്നുവെങ്കിൽ അവർ മടങ്ങി കർത്താവിനെ സേവിക്കാനായി പോകുകയാണ്. ഒരു വലിയ ടേണിംഗ് സംഭവിക്കാൻ പോകുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ഒരു ആമീൻ പറ. ചിലരുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ കയറി വരുന്നത് പോലെ എൻ്റെ യേശു കയറി ചെല്ലാൻ പോകുകയാണ്. എക്സ്പെക്ട് ചെയ്താട്ടെ. നിങ്ങളുടെ മുറി അടച്ചിട്ടിരിക്കുമ്പോ വാതിലിലൂടെ ഒരുവൻ കയറി വരുന്നു എന്നല്ല, ഭിത്തിയിലൂടെ ഒരുവൻ കയറി വരുന്നു എന്ന് കണ്ടാട്ടെ. നിങ്ങൾ ജോലി സ്ഥലത്തിരിക്കുമ്പോ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് ഒരുവൻ കയറി വരുന്നത് കണ്ടാട്ടെ. എക്സ്പെക്ട് സംതിങ് ന്യൂ. പുതിയതിനെ പ്രാപിച്ചാട്ടെ. പുതിയ അനുഭവങ്ങളിലേക്ക് വന്നാട്ടെ. കൈയടിക്കുന്നവർ കൈയടിക്കാം, ആമീൻ പറയുന്നവർക്ക് ആമീൻ പറയാം, യേശുവേ എന്ന് വിളിക്കുന്നവർക്ക് യേശുവേ എന്ന് വിളിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത് ദൈവവചനമാണ് എങ്കിൽ, എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടാണ് എങ്കിൽ, എനിക്ക് ചിലരോട് പറയാനുള്ളത്, അതിലേക്ക് ഈ പകൽ ചിലര് ചവിട്ടുപടി വെക്കുകയാണ്. അതിലേക്ക് ചിലർ കയറിപ്പോകുകയാണ്. അതിലേക്ക് ചിലർ കയറുകയാണ്. ആർക്കും ഇനി അവരെ തടയാൻ പറ്റത്തില്ല. അവരത് അനുഭവിക്കുകയാണ്. സഭ പറയട്ടെ, സഭയ്ക്ക് അനുഭവങ്ങൾ വേണം. പറ പറ, അനുഭവങ്ങൾ വേണം. പറ, ഉറക്കെ പറ, അനുഭവങ്ങൾ വേണം. അനുഭവങ്ങൾ തരാൻ റെഡിയാണ് സ്വർഗം. ശിഷ്യന്മാരെ ഇടയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുകയല്ല, അവർക്ക് നിരന്തരം അനുഭവങ്ങൾ കൊടുത്തു. അടുത്തിരിക്കുന്നവരോട് പറ, നിരന്തരം അനുഭവങ്ങൾ കൊടുത്തു. നിരന്തരം അനുഭവങ്ങൾ കൊടുത്തു. നിരന്തരം ലഭിച്ച അനുഭവങ്ങളാണ് അവരെ മരിക്കാൻ പോലും ഭയമില്ലാത്തവരാക്കിയത്. അനുഭവങ്ങളും വചനവും അതിനോടൊപ്പം ലഭിക്കുന്ന ദൈവ അനുഭവങ്ങളും നിന്നെ എന്തിനേയും ധൈര്യത്തോടെ പ്രതികരിക്കും, അല്ല എന്തിനേയും ധൈര്യത്തോടെ നേരിടുവാൻ നിന്നെ പ്രാപ്തനാക്കും. ഈ പകൽ പറ, എനിക്ക് അനുഭവങ്ങൾ വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്നാണ്. ആ അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ പകൽ മുതൽ ഞാൻ ഈ സഭയോട് ദൂതായി പറയുക, ഈ പകൽ മുതൽ ആരാണോ പ്രിപ്പയർ ആകുന്നത് അവരുടെ ലൈഫിൽ ഇന്നു മുതൽ അത് വെളിപ്പെടാൻ തുടങ്ങും. മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ മാനിഫെസ്റ്റേഷന് വേണ്ടിയാണ്. യു ആർ ഗോയിങ് ടു സീ മാനിഫെസ്റ്റേഷൻസ്. You are going to see manifestations.
This is your season. This is your season. This is your time. അതുകൊണ്ടാണ് ശിഷ്യന്മാർ അപ്പോസ്തല പ്രവൃത്തി 1:8 അനുസരിച്ചത്. അവരുടെ കർത്താവ് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോ, നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അവർക്കറിയാമായിരുന്നു കർത്താവ് എന്തെങ്കിലും പറയുന്നുവെങ്കിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾക്ക് അപ്പുറമായിട്ട് വേറെന്തോ അവർക്ക് ലഭിക്കാൻ പോകുക എന്നറിയാമായിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദിവസം മുതൽ അവർ ശക്തരായി തീർന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഞാൻ ശക്തനാണ്. I am powerful. പറ. ഞാൻ ശക്തനാണ്. അപ്പോസ്തല പ്രവൃത്തി 2:3 ശിഷ്യന്മാർ യേശുവിന്റെ വാക്കുകൾ കേട്ട് പെന്തക്കോസ്ത് നാളിനായി ഒരുങ്ങുകയാ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുകയാ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു വലിയ മുഴക്കമുണ്ടായി. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാ കൊടിയ കാറ്റ്, കൊടുങ്കാറ്റ് എന്നൊരു വാചകം അവിടെ ഉപയോഗിച്ചെന്ന് എനിക്കറിയത്തില്ല. കാരണം അതിനേക്കാൾ അപ്പുറമുള്ളൊരു വാക്ക് ലോകത്തിലില്ല. എന്ന് പറഞ്ഞ ഒരു കാറ്റിന് കൊണ്ടുവരാൻ കഴിയുന്ന, കൊടുങ്കാറ്റിന് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അളവ്, ഒരു മുഴക്കമുണ്ട്. അത് അവരുടെ ഭാഷ പറഞ്ഞ അതിനേക്കാൾ അപ്പുറമായ ഒരു മുഴക്കമാണ്. അതെങ്ങനെയാണ് അവർക്ക് വർണ്ണിക്കാൻ വയ്യ. നമുക്ക് മനസ്സിലാകേണ്ടതിനെ അവർ പറയുക കൊടുങ്കാറ്റിന്റെ പോലൊരു മുഴക്കമാണ്. അവരിരുന്ന മുറിക്കകത്ത് മുഴുവൻ അത് നിറച്ചു. പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. ആ മുറി മുഴുവന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു വലിയ മുഴക്കത്തെ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞ അവർക്കൊരു ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുകയാണ്. പെട്ടെന്ന് അഗ്നി നാവുകൾ പോലെ പിളർന്ന നാവുകൾ അവരുടെ മേൽ പതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എല്ലാവരും ഒരു സെക്കൻഡുകൾക്കുള്ളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഈ മുഴക്കം കേട്ടിട്ട് ചുറ്റുമുള്ള ആളുകൾ ഓടിക്കൂടി. പെന്തക്കോസ്ത് നടക്കുക പുറത്ത്. ആളുകൾക്ക് അവിടെ ഉണ്ടായ മുഴക്കം അങ്ങ് ദൂരെ കേൾക്കാമായിരുന്നു. അപ്പൊ ദൂരെ കേൾക്കുന്ന വിധത്തിലുള്ള ഒരു മുഴക്കം അവിടെ ഉണ്ടായിട്ടുള്ളത്. ദൂരെ ആളുകൾക്ക് വിസിബിൾ ആകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വലിയ ശബ്ദം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മുഴക്കം കേട്ടിട്ടാണ് അവർ ഇവിടെ ഓടി വന്നത്. നിങ്ങൾ എന്റെ കൂടെ എത്തിയോ? അപ്പോൾ വന്നപ്പോൾ കാണാനുള്ളത് ഇവരെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുകയാണ്. അവര് പറയുന്ന ഭാഷ കേട്ടിട്ട് അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആളുകൾ ചിലർ പറയാൻ തുടങ്ങി, തനി കള്ളു കുടിച്ച ആളുകളെ പോലുണ്ട്. ഇവർ വെള്ളം അടിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നതിനിടയിൽ, പരിഹസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില ആളുകൾ പറഞ്ഞു, വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവർ പറയുന്നത് ദൈവിക കാര്യങ്ങളാണല്ലോ മുഴുവൻ. അത് അവരവരുടെ ഭാഷയിൽ കേൾക്കുന്നുമുണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. അപ്പോൾ പത്രോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇത് അന്ത്യകാലമാണ്. ഇത് വന്നത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമാണ്. യോവേൽ പറഞ്ഞ പ്രവചനത്തിൻ്റെ ശബ്ദമാണ്. അന്ത്യകാലത്ത് സകല ആളുകളുടെ മേലും തൻ്റെ ആത്മാവിനെ പകരുമെന്നും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നും എഴുതപ്പെട്ടിരിക്കുന്ന സംഭവിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ എന്ന് പറഞ്ഞാൽ ഇനി ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ ശക്തി പ്രാപിക്കലാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ ആ ശക്തി പ്രാപിക്കലിൽ ലോകക്കാർക്ക് മനസ്സിലായത് അവരുടെ ഭാഷ മാത്രമാണ്. കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞാൽ, അവർ പ്രാപിച്ചത് ശക്തിയാണ്, പക്ഷേ സൈൻ,
ആ ശക്തിയുടെ സൈനായി വെളിപ്പെട്ടത് അന്യഭാഷ മാത്രമാണ്. ഞാനൊരു വാചകം പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന എത്ര പേര് അന്യഭാഷ പറയുന്നുണ്ട്? പക്ഷേ നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് എന്നിലെ ശക്തിയാണ് ആ ഭാഷയെ പുറത്തെത്തിച്ചതെന്ന്? അവർക്ക് ആ അനുഭവം ഉണ്ടായ സമയത്ത് അവിടെ ശക്തി പ്രകടനവും നടന്നില്ല. ഒരേ ഒരു കാര്യമേ നടന്നുള്ളൂ, അന്യഭാഷയിൽ അവർ സംസാരിച്ചു. പക്ഷേ അന്യഭാഷയിൽ സംസാരിച്ച ഓരോരുത്തരും വേദവചനം പറയുന്നത് ആ നിമിഷം മുതൽ ശക്തരായിരുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അന്യഭാഷ പറയുന്ന നിങ്ങൾ ഓരോരുത്തരും സാധാരണ മനുഷ്യരല്ല, ദൈവത്താൽ ശക്തരാക്കപ്പെട്ടവരാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? പക്ഷെ നിങ്ങളുടെ അകത്ത് ഇത് വെളിച്ചമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഈ പകൽ നിങ്ങൾക്കത് വെളിച്ചമാകാൻ പോകുകയാണ്. അന്യഭാഷയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദപരിധിയിൽ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം ഡിക്ലെയർ ചെയ്യാനുണ്ട്. നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ശക്തരാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ ശക്തി പ്രാപിച്ചു ഒന്നും ആർക്കും മനസ്സിലായില്ല. അവരുടെ ഫിസിക്കലി അവർക്കൊന്നും കാണാനില്ല. പക്ഷേ അവരുടെ കൈകൾ പിറ്റേ ദിവസം മുതൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ പകൽ ചിലരോട് പറയാനുള്ളത്, അന്യഭാഷ പറയുന്ന നിന്റെ കൈ അത്ഭുതങ്ങൾ ചെയ്യുന്ന കൈയാണ്. അന്യഭാഷ പറയുന്ന നിന്റെ കൈ സൂപ്പർ നാച്ചുറലുകൾ ചെയ്യുന്ന കൈയാണ്. കാരണം അന്യഭാഷ നിനക്ക് ലഭിച്ചിരിക്കുന്ന ശക്തിയുടെ അടയാളമാണ്. Come on, come on, come on, come on, come on. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ടോ 2-3 പേരുടെ അടുക്കൽ ചെന്നോ, ഒന്ന് ചെന്ന് പറ, അന്യഭാഷ നിന്റെ അകത്ത് ശക്തി ലഭിച്ചതിന്റെ അടയാളമാണ്. ഓ, കൈകളടിച്ച് ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ടെ. ഒന്ന് തുള്ളിച്ചാടി ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ അകത്ത് ദൈവശക്തി വസിക്കുന്നു എന്നതിന്റെ അടയാളമാണ് നീ പറയുന്ന റീബാനാസിക്കോലോ റസാനി ബനാതോ റന്ദന ബിലാകോ റേബാന സകാലോ റസികാനാനിയോതോ ദൈരാകോ നിസിലിബോ ദേന മറകസോകോ ബെറിഡ ലറകോ ബെനനന സിദലകബറബ. ആരാധിക്കുന്നവർ ആരാധിക്കേ, അനുഭവങ്ങളിലേക്ക് കയറുന്നവർ കയറാ. പക്ഷേ നമുക്ക് നിങ്ങൾ അന്യഭാഷ പറയുന്നവരാണ്. പക്ഷേ ഒരു വിടുതൽ വേണമെങ്കിൽ ജോൺ ദാരു ബ്രദർ വേണം. നിങ്ങളെ പിശാച് വഞ്ചിച്ചു എന്ന രസം. നിങ്ങൾ അന്യഭാഷ പറയുന്നവരാണ്, പക്ഷെ ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ ഞാൻ തടയത്തൊടണം. അല്ല സഹോദരങ്ങളെ, നിങ്ങളെ ശക്തരായതിന്റെ തെളിവാണ് നീ പറയുന്ന ഭാഷ. എന്നാൽ സഭകളിൽ ഒരു പ്രശ്നമുണ്ടായി. അഭിഷേകത്തിന്റെ ശുശ്രൂഷയെ 3 തട്ടുകളായി തിരിച്ചു. ഒന്ന് വരങ്ങളുടെ 3 തട്ടുകളിൽ അതൊന്നാണ് അന്യഭാഷ. ശക്തിയുടെ വേറെ. ഞാൻ ചോദിക്കുന്നത്, ആരായത്? പഠിപ്പിക്കാനായിട്ടുള്ള സൗകര്യം കൊണ്ട് തിരിച്ചതാണെങ്കിലും വിരോധമില്ല. പക്ഷേ ശക്തിയെയും ആത്മാവിൻ്റെ അനുഭവത്തെയും തേർത്തിരിക്കാൻ പറ്റത്തില്ല. നീ പറയുന്ന അന്യഭാഷ നീ പ്രാപിച്ച ശക്തിയുടെ തെളിവാണ്. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറ, നീ അന്യഭാഷ പറയുന്നുണ്ടോ എങ്കിൽ നീ ശക്തനാന്ന് സംശയമില്ല. ഒന്നും കൂടെ പറ, നീ അന്യഭാഷ പറയുന്നുണ്ടോ എങ്കിൽ നീ ശക്തനാണ്. നിനക്ക് പാറകളെ നീക്കാനുള്ള ശക്തിയുണ്ട്. നിനക്ക് മലകളെ നീക്കാനുള്ള ശക്തിയുണ്ട്. Come on, come on. ഒന്നും കൂടെ ഞാൻ പറയാം, നിനക്ക് മലകളെ നീക്കാനുള്ള ശക്തിയുണ്ട്. മലകളെ നീക്കാനുള്ള ശക്തിയുണ്ട്. ഓ, സാഹചര്യങ്ങളെ മാറ്റാനുള്ള ശക്തിയുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിയെ നീക്കാനുള്ള ശക്തിയുണ്ട്. കാരണം നീ അന്യഭാഷ പറയുന്നവനാണ്. അന്യഭാഷ നിന്നിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ തെളിവാണ്. അന്യഭാഷയിലുള്ളവർ ആ കൈകളൊന്ന് അടിച്ച് അന്യഭാഷയിൽ ആരാധിച്ചേ.
ശരീരം മുഴുവൻ തീ പടരട്ടെ അപ്പ. ശരീരം മുഴുവൻ തീ പിടിക്കട്ടെ അപ്പ. ശരീരം മുഴുവനും ആ ശക്തി അനുഭവിക്കട്ടെ. എന്നാൽ നമ്മൾ അന്യഭാഷ കിട്ടിയിട്ടും നമ്മൾക്ക് ശക്തിയില്ല എന്നാ പറയുന്നത്. നോ 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 നോ, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ശക്തരാണ്. അന്യഭാഷ നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ദൈവശക്തിയുടെ തെളിവാണ്. അന്യഭാഷ നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ശക്തിയുടെ തെളിവാണ്. അന്യഭാഷ നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ദൈവശക്തിയുടെ തെളിവാണ്. Receive it, receive it, receive it, receive it. Use your power, use your power. Hallelujah. Rakalabana rakasalakaraba rina namasina lokoro. കൈകളടിച്ച് ശബ്ദമുയർത്തി, കൈകളടിച്ച് ശബ്ദമുയർത്തി. lidana manahasalakarabo risalakarakabaраkoto rimana rakasalakarabo. 43-ാമത്തെ വാക്യം പറയുന്നത് ആ സെക്കൻഡിൽ, ആ അധ്യായം അവസാനിക്കണേക്കാൾ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ. അപ്പോസ്തലന്മാരാൽ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അന്യഭാഷ പറയുന്ന നിന്നോട് പറയാനുള്ളത്, നിന്റെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ നിന്നെ സൈൻ ചെയ്തതാണ് അന്യഭാഷയോടുകൂടി അഭിഷേകം. ഹല്ലേലൂയ. അനുമുളങ്ങുന്നേ, അനുമുളങ്ങുന്നേ. ഹല്ലേലൂയ. കൈയടിച്ചു ആമേൻ പറഞ്ഞേ, കൈയടിച്ചു ആമേൻ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് അന്യഭാഷകൾക്ക് കൊടുക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഐ ആം അസൈൻ യു. നിന്നെ ഞാൻ എന്തിനായി നിയോഗിക്കുകയാണ്? എന്തിനായി? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനായി അസൈൻ ചെയ്തതാണ് ഇവൾ പറയുന്ന ഭാഷ. അതിന്റെ സീലാണ് അന്യഭാഷ എന്ന് പറയുന്നത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന അന്യഭാഷ നീ ചെറുതായി കാണരുത്. You are assigned. You are assigned. You are assigned. നീ നിയോഗിക്കപ്പെട്ടവനാണ്. നീ നിയോഗിക്കപ്പെട്ടവനാണ്. Come on. Thank you, Holy Spirit. Thank you, Jesus. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രതിസന്ധികൾ ഉണ്ടാകുക. 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയോ, വീണ്ടും അവർ പ്രാർത്ഥിച്ചു. വേദവസം പറയുന്നത് അവരിയ്ക്കുന്ന സ്ഥലം മുഴുവൻ ഒന്നും കൂടെ കുലുങ്ങി. അവർ വീണ്ടും പരിശുദ്ധാത്മാവ് നിറവ് അനുഭവിച്ചു. ഒരു ഹല്ലേലൂയ പറയാവോ? പരിശുദ്ധാത്മാ നിറവെന്ന് പറയുമ്പോൾ, ശക്തി എന്ന് പറയുമ്പോൾ അവിടെ മസിലൊക്കെ ഉണ്ടാകുന്നതാണോ? ശരീരത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവ് അനുഭവം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കുണ്ടായതുപോലെ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായതുപോലെ. വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ അനുഭവം കഴിഞ്ഞിട്ട് 3-ാം അധ്യായം വായിക്കുന്നത് മുടന്തനായവനെ പത്രോസ് എഴുന്നേൽപ്പിച്ചു എന്നാണ്. പക്ഷെ 2-ാമത്തെ അനുഭവം ഉണ്ടായപ്പോൾ വേദപുസ്തകം 5-ാം അധ്യായം തുടങ്ങുന്ന ആദ്യ വാക്ക്, അവനോട് കള്ളം പറഞ്ഞവൻ തട്ടിപ്പോകുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്, പത്രോസിന്റെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ തുടങ്ങി. അവൻ നടക്കുമ്പോൾ നിഴലെങ്കിലും തട്ടിയാൽ മതി എന്നായി. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ഇവന്റെ മൂക്കിന് മാറ്റം വന്നില്ല, ഇവന്റെ കണ്ണിന് മാറ്റം വന്നില്ല, ഇവരുടെ കൈകൾക്ക് മാറ്റം വന്നില്ല. പക്ഷേ അന്ന് മുതൽ ഇവൻ ശക്തനായി. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചപ്പോ ഇവൻ ശക്തനാണെന്ന് ദൈവം നിന്നെ മനസ്സിലാക്കേണ്ടതിന് ഒരു പുതിയ ലാംഗ്വേജ് തന്നു. ആ ശക്തിയുടെ ലാംഗ്വേജ് ആണ് വായിൽ വരുന്നത്. നിന്റെ മേൽ വന്ന നിറവിന്റെ അടയാളമാ എന്ന് പറയുന്നത്. നീ സങ്കടപ്പെട്ട് അന്യഭാഷയിൽ കരയുമ്പോഴേ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴേ സ്വർഗം പറയുന്നടേ, മോളെ നീ എന്തിനാ സങ്കടപ്പെടുന്ന? യു ആർ സോ പവർഫുൾ. യു ക്യാൻ ഡു സംതിങ്. യു ആർ ഏബിൾ ടു ഡു. നിനക്ക് ചിലത് ചെയ്യാൻ കഴിയും.
എന്ന് പറയുന്നതാണ് ഭാഷ. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? കൈയടിച്ചൊരു നല്ല ഹല്ലേലൂയ പറയാവോ? അതുകൊണ്ട് പൗലോസ്, ഞാൻ ഈ വാചകം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കുവേ. പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മകളെയും അനുഭവിച്ചറിയേണ്ടതിന്. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാൻ ഞാനൊന്ന് ശ്രദ്ധിക്കാവോ? ഒന്ന് ശ്രദ്ധിക്കാവോ? 10-ാം വാക്യം, ആൻഡ് സോ ദാറ്റ് ഐ മേ നോ ഹിം. I may know him എന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് അനുഭവിക്കേണ്ടതിനെന്ന്. ഞാനൊരു വലിയ ട്രൂത്താ പറയുന്നേ, ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാഭിഷേകം നിങ്ങളുടെ മേൽ വന്നപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് ദൈവത്തെ ഞാൻ അനുഭവിക്കണമെന്നാണ്. യേശുവിനെ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കണമെന്ന് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് തോന്നിയത് കൈയടിക്കാൻ ഒരു നോ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം എടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ പ്രധാന കാരണം ദൈവത്തെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. എന്താ ബ്രദറെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞ? ഒരു ഹല്ലേലൂയ പറയാവോ? അടുത്ത ആഴ്ച ഞാൻ ഒന്നും കൂടെ തൊടും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആശയം കുറച്ചും കൂടെ ആഴത്തിൽ പഠിപ്പിക്കാം നിങ്ങളെ. ശിംശോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ മേൽ ചണച്ചണ്ടുകൾ കൊണ്ട് കെട്ടാനിടയായി. ഫിലിസ്തീർ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോ അവനൊന്ന് കുടഞ്ഞു. വേദവസം പറയുന്നത് എന്നറിയോ? ആ ചണത്തണ്ടുകൾ ഒരു അല്ലെങ്കിൽ തീ കൊണ്ട് പോകുന്നത് പോലെ പൊടിഞ്ഞു പോയത്. ശിംശോനോട് ഞാൻ ചോദിക്കാം, ശിംശോനെ എന്താ സംഭവിച്ചത്? I'm experiencing the God in me. Hallelujah. എന്നിലുള്ള ദൈവത്തെ ഞാൻ അനുഭവിക്കുകയാണ്. മോശെ നീ എന്താ ചെയ്യുന്നതാ? ഞാനൊരു വടിയെടുത്ത് കടലിന് മേൽ പിടിച്ചിരിക്കുക. വട്ടാണോ മോശെ? അല്ലല്ല, ആ വടി മതി എനിക്ക് ഒരു കടൽ പിളർക്കാനെന്നാ. അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തെ അവൻ അനുഭവിക്കുകയാണ്. ആമേൻ. ഒരു ഹല്ലേലൂയ പറയുന്നവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചത് അവനെ അനുഭവിക്കാൻ വേണ്ടിയാ. പക്ഷെ നമ്മൾ ഇപ്പോഴും എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തെ അല്ല കാണാനും നോക്കാനും ശ്രമിക്കുന്നത്, ജോൺ ദാരുവിൽ വ്യാപരിക്കുന്ന ദൈവത്തെയും ശക്തിയെയാണ്. ജോൺ ദാരു എന്ന് പറയുന്നയാൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഉണ്ടായത്, വിടുതലുണ്ടായത് എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണെന്ന് ഗ്രഹിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അത് എന്നിലേക്ക് തിരിയാനല്ല, യേശുവിലേക്ക് തിരിയാനാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ആരെങ്കിലും യേശുവിലേക്ക് തിരിഞ്ഞാൽ ദൈവം പറയുക, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ കൈകൾ വയ്ക്കും, രോഗികൾ സൗഖ്യമാകും. കൈയടിച്ചൊരു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ നിങ്ങളെയും എൻ്റെ മകനാക്കി, എൻ്റെ മകളാക്കി, എന്നെ പോലെ നിന്നെ പോലെ ശക്തീകരിക്കണമെന്ന് സ്വർഗം പറയുകയാണ്. അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷേ ശക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അന്യഭാഷ പറയുന്നുണ്ട്, ശക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നത് അവനെ നീ അനുഭവിക്കാൻ വേണ്ടിയാ. ഓരോ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവവും ഞാൻ ദൈവത്തെ അനുഭവിക്കുകയാണ്.
ആ വാചകത്തെ എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് നിങ്ങളുടെ തലയിലൂടെ കയറിയോ എന്നൊരു ഡൗട്ട് എനിക്ക്. ചില ഉദാഹരണം കൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു, അടുത്ത ആഴ്ച പറയാം. ഇവിടെ ഹല്ലേലൂയ പറഞ്ഞേട്ടെ. പൗലോസിന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യർക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു വാചകം എന്നാണെന്നറിയോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ, 18-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങളൊന്നു ഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയുടെ ആ വലിപ്പം, പറഞ്ഞാൽ തീരാത്ത വലിപ്പം നീയും ഞാനും ഒന്ന് അനുഭവിക്കണമെന്ന്. come on എന്ന് പറഞ്ഞാൽ അളവറ്റ ശക്തിയുമായി നടക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഒന്ന് കൈകളടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. പ്ലീസ് സ്റ്റാൻഡ്, വിൽ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്? ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എന്നിട്ടോ കൈയൊക്കെ ഇന്നിങ്ങനെ പിടിച്ചിട്ട് പറ, അളവറ്റ ശക്തിയുമായി സഞ്ചരിക്കുന്നയാളാണ് ഞാൻ. ഓ ഹല്ലേലൂയ. എന്നിൽ അളക്കാനോ ഇമ്മെഷറബിളായ, അളക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള ഒരാത്മശക്തി വ്യാപരിക്കുന്നുണ്ട്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറയാം. അടുത്തിരിക്കുന്ന ആളുടെ കൈ എടുത്തിട്ട് പറ, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അളക്കുവാൻ കഴിയുന്നതല്ല, ഇമ്മെഷറബിൾ ആണ്. ഒരുവനത് മനസ്സിലായി. അവന്റെ പേര് ദാവീദ് എന്നാണ്. ഒരു വലിയ ഗോലിയാത്ത് ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുമ്പോ ഈ 17 വയസ്സുകാരനായ സുന്ദരനും കോമളനുമായി ഇവൻ പറയുക, രാജാവേ, അവനെ ഓർത്ത് ഭയപ്പെടേണ്ട, അവനെ ഞാൻ കൊന്നുകളയാം. രാജാവ് കേട്ടിട്ട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഉപയോഗിക്കുന്ന പടച്ചട്ടയെല്ലാം നീ ഒന്ന് ധരിക്കേ. അവൻ പറഞ്ഞു, ഇതൊന്നും ഇട്ടിട്ടൊരു ശീലമില്ല. അവനുള്ളതൊരു തോളത്തൊരു ബാണ്ടക്കെട്ട്, ഒരു സഞ്ചി. അവൻ തോട്ടിലിറങ്ങി 5 കൂർത്ത കല്ലുകൾ തെരഞ്ഞെടുത്തു എന്ന് എഴുതിയിട്ടില്ല, ഉരുണ്ട കല്ലുകൾ തെരഞ്ഞെടുത്തു. കൂർത്തതാണെങ്കിൽ മുറിവെങ്കിൽ ഏൽപ്പിക്കുമെന്ന് വിചാരിക്കാം. ഉരുണ്ട കല്ലുകൾ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അഭിഷേകത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ എറിയുന്ന ഈ കല്ലിലല്ല. ഈ കല്ല് മുറിവേൽപ്പിച്ചവനെ കൊല്ലുമെന്നല്ല, എൻ്റെ കയ്യിലില്ലാത്ത വാളുകൊണ്ട് ഞാൻ അവൻ്റെ തലയെ വെട്ടുമെന്നാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചാൽ മിനുസമുള്ള കല്ലും അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലാതെയാകും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. അസാധ്യം എന്നത് നിന്റെ ലിസ്റ്റിൽ ഇല്ലാതെയാകും. യു ക്യാൻ ഡു എനിത്തിങ്. സകലതും നിനക്ക് സാധ്യമാകും. അസാധ്യത നിന്നിൽ നിന്ന് മാറിപ്പോകും. അതിനാണ് പരിശുദ്ധാത്മാവ് വന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും കഴിയും. വിശ്വസിക്കുന്നവരാൽ ഇത് സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞുകൊണ്ട് പറ, എനിക്ക് സകലതും സാധ്യമാണ്. ഞാനൊരു പരാജയമല്ല, ഞാനൊരു ജയമാണ്. എനിക്ക് പരാജയപ്പെടാൻ കഴിയുകയില്ല. കാരണം ഞാൻ ദൈവത്തോടു കൂടെയാണ്. ഞാൻ ദൈവം എന്നോട് കൂടെയാണ്. ഞാൻ ദൈവത്തിനോടൊപ്പമാണ്. ഞാൻ ഓരോ ദിവസവും ദൈവത്തെ അനുഭവിക്കുന്നു. Come on, കൈ അടിച്ചോണ്ട് പറ, I am experiencing God. ദൈവത്തെ അനുഭവിക്കുകയാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും ദൈവത്തെ അനുഭവിക്കാൻ കൃപ തരുന്നത് നിങ്ങളിലൂടെ അനേകർ ദൈവത്തെ അനുഭവിക്കാനാണ്. ഐ എം ചാലഞ്ചിങ് യു. ഈ പകൽ ഒരു തീരുമാനമെടുക്കണം. അടുത്ത ആഴ്ച ഒരു രോഗിയെ കൊണ്ടുവരണമെന്നല്ല, അടുത്ത ആഴ്ച ഒരു രോഗിയെ സൗഖ്യമാക്കി സഭയെ കൊണ്ടുവരണമെന്ന്. രോഗിയെ കൊണ്ടുവന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ സൗഖ്യമാവും, ആ വ്യക്തി സൗഖ്യമാവും. അതിന് നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ള ഞാൻ പറയാം, നിങ്ങൾ വരുന്നത് സൗഖ്യമാക്കിയിട്ടായിരിക്കണം. ബ്രദറെ, ഞാൻ ഇന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇയാളെ മുടന്തു മാറി,
അങ്ങനെയായി വരണം, അങ്ങനെ പറയണം, അങ്ങനെ പറയണം. എൻ്റെ കൂടെ എത്തിയവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. അടുത്ത ആഴ്ച വരുമ്പോ ഒരു ബന്ധുവിനെ ഞാൻ കർത്താവിലേക്ക് നടത്തും എന്ന് പറയണം. ഒരു കുടുംബത്തെ ഞാൻ കർത്താവിലേക്ക് തിരിയും. എനിക്ക് ശത്രുവായിരുന്ന ആളുകളെ പോലും ഞാൻ യേശുവിലേക്ക് എത്തിക്കും. നിങ്ങളുടെ വാ പറയണം. അടുത്തിരിക്കുന്നവരോട് പറ, പരീക്ഷിച്ചൊന്ന് നോക്കുക, നിങ്ങളുടെ കയ്യിൽ ആ ശക്തി ഉണ്ടോ. പരീക്ഷിച്ചു നോക്ക്. എത്ര പേരുന്ന് പരീക്ഷയെങ്കിലും നോക്കും? അവരുടെ കയ്യിൽ നിന്ന് കാണട്ടെ. മനഃപൂർവ്വമായിട്ട് അയൽവക്കത്തെ വീട്ടിൽ ചെന്നങ്ങ് പ്രാർത്ഥിക്കണമെന്നേ. എൻ്റെ കാര്യം പറയട്ടെ. ഞാൻ എയർപോർട്ടിൽ ആരെങ്കിലും മുടന്തി വന്നാൽ ഞാൻ അയാളോട് മെല്ലെ നൈസായി പോയി വർത്താനം പറയും. എന്നിട്ട് പറയും, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ സൗഖ്യമാവും. മിക്കവാറും അവർ എങ്ങനെയാണ് നോക്കുന്നത്, ഇയാൾ എവിടുന്ന് വരുന്നിടാന്ന് രീതി. ഞാനത് മൈൻഡ് ചെയ്ത് പോലുമില്ല. ചാൻസ് കിട്ടിയ കൈ വെച്ച് പ്രാർത്ഥിച്ചളയും. എനിക്ക് രോഗികളൊക്കെ ആകുമ്പോൾ കാണുമ്പോൾ ഒരു ആവേശം വരും. അതിന് പ്രാർത്ഥനയും പാട്ടൊന്നും എനിക്ക് വേണ്ട, കീബോർഡും ഗിറ്റാറും പാട്ടുകാരൊന്നും വേണ്ട. കാരണം എൻ്റെ ഉള്ളിൽ ഒരുവനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അങ്ങനെ പ്രാർത്ഥനാ അന്തരീക്ഷം ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് പറയണം, നിങ്ങളെ എന്തെല്ലാം ഒരു അന്തരീക്ഷം ഇല്ലെങ്കിലും ഞാൻ പോയി അവിടെ പോയി രോഗികളെ നോക്കിയൊക്കെ തിരിച്ചു വരും. അതിന് പ്രത്യേകിച്ച് എനിക്ക് അന്തരീക്ഷം ഒന്നും വേണ്ട. ഞാൻ ദൈവത്തെ അനുഭവിക്കുന്നു. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നത്. ഞാൻ ദൈവത്തെ ഓരോ ദിവസവും അനുഭവിക്കുന്നു. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നത്. ഞാൻ ഓരോ ദിവസവും ദൈവത്തെ അനുഭവിക്കുകയാണ്. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നത്. നിങ്ങൾ അനേകർക്ക് ദൈവത്തെ കാണിക്കുന്നവരാകണം. നിങ്ങളിൽ ദൈവം ഉണ്ടെന്ന് അനേകർ കാണട്ടെ. നിങ്ങൾ ശക്തരാണെന്ന് ആളുകൾ അറിയട്ടെ. നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടിയിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൂടെ ദൈവം ഉണ്ടാകും. ആ ആളുകൾ ചെയ്യേണ്ടത്, അവർ നന്മ ചെയ്തും കൊണ്ടും രോഗികളെ സൗഖ്യമാക്കിയും പൈശാചിക ബന്ധത്തിൽ കടന്നവരെ വിടുവിച്ചതും നിങ്ങൾ കേട്ടിട്ടില്ലയോ? യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോ അവൻ നന്മ ചെയ്തു, ഭൂതത്തെ പുറത്താക്കി, രോഗിയെ സൗഖ്യമാക്കി. പറ, ഇന്നു മുതൽ നീയും അത് ചെയ്യാൻ തുടങ്ങണം. ഭൂതത്തെ പുറത്താക്കണം, രോഗിയെ സൗഖ്യമാക്കണം. ഒരു നിമിഷം ആ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. എന്നിട്ട് പറയാം, പരിശുദ്ധാത്മാവേ, ശിഷ്യന്മാർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നീ പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തു. പരിശുദ്ധാത്മാവേ, we need your experience. നിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണം. പരിശുദ്ധാത്മാവേ, നിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണം. നിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണം. നിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണം. എന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണം. ആഗ്രഹിച്ചാട്ടെ. വാതിലടച്ച മുറിയിൽ യേശു വന്നതുപോലെ, അവർ മീൻ പിടിക്കുന്നതിന്റെ നടുവിലേക്ക് കർത്താവ് വന്നതുപോലെ അനുഭവങ്ങൾ വേണം. യേശു തന്നെ ചുട്ട മീനും അപ്പവും കഴിക്കാൻ ശിഷ്യന്മാർക്ക് ഭാഗ്യമുണ്ടായെങ്കിൽ എന്തുകൊണ്ട് ജോൺ ദാരുനില്ല? എന്തുകൊണ്ട് എനിക്കില്ല? ചോദിക്കേ. കർത്താവേ, നീ ശിഷ്യന്മാരെ ഞങ്ങളെക്കാൾ അധികമായി സ്നേഹിച്ചോ? ഇല്ലല്ലോ. ഇല്ലെന്നല്ലേ നിന്റെ പുസ്തകം പറയുന്നേ. വൈ നോട്ട് ഐ? എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല? ഞങ്ങൾക്ക് വേണം കർത്താവേ. നീ ചുട്ടുതരുന്ന അപ്പവും മീനും ഞങ്ങൾക്കും കഴിക്കണം കർത്താവേ. ഞങ്ങളുടെ മുറിയിലും വാതിലടച്ചിരിക്കുമ്പോൾ നീ കയറി വരണം കർത്താവേ. ശിഷ്യന്മാരുടെ മുറിയിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങിയത് പരിശുദ്ധാത്മാവേ, ആ മുറി മുഴുവൻ ഒലച്ചു കുലുക്കിയ അതങ്ങ് ദൂരെയുള്ള ആളുകൾ കേട്ടു. ഞാനൊരു പ്രവചനം പറയാം. ഇവിടെ സംഭവിക്കുന്ന പരിശുദ്ധാത്മാനുഭവം ഈ പട്ടണം മുഴുവൻ കേൾക്കാൻ പോകുന്നു. ആളുകൾ ഓടിക്കൂടാൻ പോകുന്നു. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? സീസൺസ് ആർ കമ്മിങ്, നോട്ട് ഫാർ. ഈ അടുത്ത വർഷം എന്നല്ല, ഈ വർഷങ്ങളിൽ, ഈ മാസങ്ങളിൽ
അങ്ങനെ സംഭവിക്കാനായി പോകുന്നു. Amen. ഓടിക്കൂടുന്ന ഒരു കൂട്ടത്തെ കാണാം. Amen. ഇവിടെ നടക്കുന്നത് കാണാൻ കൂടുന്ന കൂട്ടത്തെ കാണാം. Amen. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, നിങ്ങളുടെ വീട്ടിലെ സാന്നിധ്യം ചുറ്റുപാടുമുള്ള ആളുകളെ കൂട്ടാൻ പോകുന്നു. Hallelujah. ഡു യു ബിലീവ് ഓർ നോട്ട്? നിങ്ങളുടെ വീട് ഒരു പട്ടണത്തിലെ വിളക്കെന്ന പോലെ ആകാൻ പോകുന്നു. മലമുകളിലെ പട്ടണം എന്ന പോലെ ആകാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. Receive now. Chaka salat fire, fire, fire. Rakata laka raka bobo. പുതിയ അനുഭവങ്ങൾ fire. Come on, കൈകളടിച്ച് ആത്മാവിൽ ആരായട്ടെ. തീ കൊണ്ട് നിറയട്ടെ, തീ കൊണ്ട് നിറയട്ടെ. മേനോ നോ നോ സിലനന വസോ രാധന മന സിലലലവകബോ രേന്ദന മനനന സിലലലകബോ. എനിക്ക് കാണാം ആ സഹോദരിയുടെ മേൽ ദൈവത്തിന്റെ തീ കത്തുന്നത്. എനിക്ക് കാണാം ആ ബ്രദറിന്റെ മേൽ ദൈവത്തിന്റെ തീ കത്തുന്നത്. Receive, 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 receive. ഹൽകാ നാഹോസോ നോകാ. ചിലരെ യേശു സന്ദർശിക്കുന്നു. ചിലർ ദർശനങ്ങളിൽ യേശുവിനെ കാണുന്നു. ചിലർ ഇപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുന്നു. ചിലരോട് അവൻ സംസാരിക്കുന്നു. Now the name of Jesus. Thank you Holy Spirit. നീ ചെയ്യുന്ന എല്ലാ അനുഭവങ്ങൾക്കുമായി നന്ദി അപ്പാ. Thank you, Jesus. നീ ചെയ്യുന്ന എല്ലാ അനുഭവങ്ങൾക്കുമായി നന്ദി. അടുത്തിരിക്കുന്ന 2-3 പേരുടെ കൈ കൊടുത്തിട്ട് പറ, ഈ അനുഭവമായി നീ വീട്ടിലേക്ക് പോകണം. സിനിമ കണ്ടും മറ്റെന്തെങ്കിലും ചെയ്തും ഇന്ന് സമയം ചെലവഴിക്കരുത്. പറ, സിനിമ കണ്ടും മറ്റെന്തെങ്കിലും ചെയ്തും നിങ്ങളുടെ സമയം ചെലവഴിക്കരുത്. കുറച്ചു നേരം കർത്താവിനോട് കൂടി ഇരിക്കണം. കർത്താവിനോട് പറയണം, എനിക്ക് കാണണം കർത്താവേ, എനിക്ക് കാണണം കർത്താവേ.